കഴിഞ്ഞ ദിവസേ ദുബായിലൊരു മെക്ഡൊണാൾഡ്സിൻ്റെ ഔട്ട്ലെറ്റിൽ കയറിയിട്ടോ. അപ്പോൾ അവിടെ അവർ സീറോ കോസ്റ്റിൽ അതിഭീകരമായ റിസൾട്ട് തരുന്ന ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഇംപ്ലിമെൻറ്റ് ചെയ്ത് കണ്ടിട്ടോ. ഒട്ടുമിക്ക മെയിൻ സ്ട്രീം ബ്രാൻഡുകളും ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നുണ്ട്. ഒട്ടുമിക്ക ആളുകളും ഇത് കണ്ടിട്ടുണ്ടാകും ഓൾറെഡി. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് അവിടെ ഉണ്ടായിരുന്ന സെൽഫ് ഓർഡർ കിയോസ്കിലാണ് ഓർഡർ ചെയ്തത് കേട്ടോ. പേയ്മെൻറ്റ് ചെയ്യാൻ നേരം അപ്പുറത്തന്നെ ഒരു QR കോഡ് കാണുന്നുണ്ട്. അപ്പോൾ ബേസിക്കലി ഈ QR കോഡ് റിവാർഡ്സ് പോയിന്റ് റിഡീം ചെയ്യാനുള്ള QR കോഡാണ്. ഈ ഒരു QR കോഡ് നിങ്ങൾ സ്കാൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളെ അവർ കൊണ്ടുപോകുന്നത് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള, അവർ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒമ്നി ചാനൽ മാർക്കറ്റിംഗ് ഫണലിലേക്കാണ്. ഈ ഒരു ഫണലിൻ്റെ ഒരു വിൻഡോ ആണ് ബേസിക്കലി ഈ ഒരു QR കോഡ്, അല്ലെങ്കിൽ ഒരു ടച്ച് പോയിന്റ് എന്നൊക്കെ പറയാം. ഈ ഒരു QR കോഡ് നിങ്ങൾ സ്കാൻ ചെയ്യുന്നു, നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നു, നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നു, ആ റിവാർഡ് നിങ്ങൾ അതിലേക്ക് ആഡ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നു അല്ലേ? പക്ഷേ ആ ഒരു നിമിഷം മുതൽ നിങ്ങളെ പർച്ചേസിങ് ബിഹേവിയർ, നിങ്ങളെ ഇൻട്രസ്റ്റ്, നിങ്ങളെ പർച്ചേസിങ് കപ്പാസിറ്റി ഇതൊക്കെ ട്രാക്ക് ചെയ്യപ്പെടുകയാണ്. ഇതോടെ ഈ ഒരു ആപ്പിലൂടെ, അല്ലെങ്കിൽ നിങ്ങളെ വാട്സപ്പിലൂടെ, അല്ലെങ്കിൽ SMS ആയിട്ടോ, അല്ലെങ്കിൽ ഇമെയിൽ ആയിട്ടോ, അല്ലെങ്കിൽ സോഷ്യൽ ഫീഡ്സിലോ, അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ സെർച്ച് റിസൾട്ടിലോ ഒക്കെ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരുപാട് വിൻഡോസുകൾ ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവുകയാണ്. ബേസിക്കലി നിങ്ങൾ ഡിജിറ്റൽ ഫീൽഡിൽ എവിടെ പോയാലും അവിടെ നിങ്ങളെ മാർക്കറ്റിംഗ് മെസ്സേജസ് കാണിക്കാനുള്ള ഒരു വിൻഡോ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആക്കി കൊടുക്കുകയാണ്. ഇതിൽ ഏറ്റവും വലിയ സ്മാർട്ടായ കാര്യം എന്ന് വെച്ചാൽ ഈ റിവാർഡ്സ് പോയിന്റ് നിങ്ങൾ റിഡീം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഔട്ട്ലെറ്റിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഔട്ട്ലെറ്റിൽ ഉറപ്പായിട്ടും ചെല്ലും. ഈ ഒരു സംഭവം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യും. ഒരു ആഡൊക്കെ റൺ ചെയ്തുകൊണ്ട് നിങ്ങളെ കൊണ്ട് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യിപ്പിക്കാൻ അവർക്ക് അറിയാഞ്ഞിട്ടല്ല. ചുമ്മാ ഒരു ബർഗർ വാങ്ങി പോകാൻ വേണ്ടി വന്ന് നിങ്ങളെ കൊണ്ട് ഒരു QR കോഡ് സ്കാൻ ചെയ്യിപ്പിച്ചുകൊണ്ട് അവർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു റിപ്പീറ്റ് റവന്യൂ എഞ്ചിനാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ദിസ് ഈസ് വാട്ട് ദ ബ്യൂട്ടി ഓഫ് പ്രോപ്പർ സിസ്റ്റം ബേസ്ഡ് മാർക്കറ്റിംഗ്. ഇതൊന്നും അത്ര കോംപ്ലിക്കേറ്റഡ് ആയ കാര്യമൊന്നുമല്ല. നിങ്ങൾക്കും നിങ്ങളെ ചെറിയ ബിസിനസ് ആണെങ്കിലും വലിയ ബിസിനസ് ആണെങ്കിലും അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ നിങ്ങൾക്ക് വേണ്ടത് എന്താ? പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫണൽ ബേസ്ഡ് സിസ്റ്റമാണ് വേണ്ടത്. ഈ സിസ്റ്റം ഉണ്ടെങ്കിൽ ഇതെല്ലാം ഈസിയാണ്. അപ്പോൾ ഹാപ്പി മാർക്കറ്റിംഗ്.